മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിരവധി നായകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ചിലർക്ക് താരസിംഹാസനം കീഴടക്കാൻ സാധിച്ചപ്പോൾ മറ്റു ചിലർക്ക് ഭാഗ്യം പൂർണ്ണമായി തുണച്ചില്ല. ഒന്നോ രണ്ടോ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയതിനു ശേഷവും പിന്നീട് കരിയറിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയാതെ പോയ ഒട്ടേറെ നായകന്മാരുണ്ട്. അത്തരത്തിൽ മലയാള സിനിമയിൽ മികച്ച തുടക്കം ലഭിച്ചിട്ടും സൂപ്പർ താര പദവിയിലേക്കോ സ്ഥിരമായ ഒരു വിജയത്തിലേക്കോ എത്താൻ സാധിക്കാതെ പോയ ചില പ്രമുഖ നടന്മാരെയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. 1980കളിൽ മലയാളത്തിലെ യുവത്വത്തിന്റെ പ്രതീകങ്ങളായിരുന്നു റഹ്മാനും ശങ്കറും. കൂടെവിടെ പോലുള്ള ചിത്രങ്ങളിലൂടെ റഹ്മാൻ റൊമാന്റിക് നായകനായി തിളങ്ങിയപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ ശങ്കറും യുവ മനസ്സുകളിൽ ഇടം നേടി. ഇരുവരും ഒരുപോലെ തമിഴിലും സജീവമായിരുന്നു. എന്നാൽ മോഹൻലാലും മമ്മൂട്ടിയും പോലുള്ള താരങ്ങൾ മുൻനിരയിലേക്ക് വന്നതോടെ ഇവർക്ക് നായക സ്ഥാനങ്ങളിൽ സ്ഥിരത നിലനിർത്താൻ സാധിക്കാതെ വന്നു. 2000കളുടെ തുടക്കത്തിൽ ദേവദാസി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ നിശാന്ത് സാഗർ ഒരു മികച്ച തുടക്കം ലഭിച്ചിട്ടും പിന്നീട് ലഭിച്ച ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയതിനാലും നായക സ്ഥാനത്ത് തുടരാൻ സാധിച്ചില്ല. പ്രതിഭാശാലിയായ നടനായിരുന്നു ജിഷ്ണു രാഘവൻ. നമ്മൾ എന്ന ചിത്രത്തിലൂടെ ഗംഭീരമായ അരങ്ങേറ്റം കുറിച്ചെങ്കിലും പിന്നീട് വന്ന ചിത്രങ്ങൾക്കൊന്നും വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. കരിയറിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ അർബുദം പിടിപെട്ടതും അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി. മലയാളത്തിലും തമിഴിലും ഒരുപോലെ തിളങ്ങിയ നരേൻ, അച്ചുവിന്റെ അമ്മ പോലുള്ള ചിത്രങ്ങളിലൂടെ വലിയ ജനപ്രീതി നേടിയെങ്കിലും നായകനായി സ്ഥിരമായി മുന്നോട്ടു പോകാൻ ഭാഗ്യം തുണച്ചില്ല. ഈ നടന്മാരെല്ലാം മലയാള സിനിമയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എങ്കിലും ലഭിച്ച കഴിവുകൾക്കും സാധ്യതകൾക്കും അപ്പുറം ഭാഗ്യം തുണയ്ക്കാത്ത നായകന്മാർ എന്ന നിലയിൽ ഇവരുടെ സിനിമാ ജീവിതം എന്നും ചർച്ചാ വിഷയമാണ്.